നമസ്കാരം. തകർന്നുകൊണ്ടിരുന്ന ഹോണ്ടയെ ഒരു പരിധിവരെ രക്ഷിച്ച രണ്ട് വാഹനങ്ങളാണ് ഹോണ്ട സിറ്റിയും അതുപോലെ തന്നെ അമേസും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയ്ക്ക് എന്തോരം വാഹനങ്ങളുണ്ടായിരുന്നു. പണ്ട് അക്കോഡ് ഉണ്ടായിരുന്നു. 1998 മുതൽ ഹോണ്ട സിറ്റി ഉണ്ട്, ഇപ്പോഴുമുണ്ട്. അമേസ് ഉണ്ട്. അതുമാത്രമല്ല ബ്രിയോ ഉണ്ടായിരുന്നു, ജാസ് ഉണ്ടായിരുന്നു, മൊബീലിയോ എന്ന് പറഞ്ഞൊരു വാഹനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹോണ്ടയുടെ എലിവേറ്റ് എന്ന് പറഞ്ഞ വാഹനമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വാഹനങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. ഭാരത് സ്റ്റേജ് 6 2.0 എമിഷൻ നോംസ് വന്നപ്പോഴത്തേക്കും 2021 കൂടി നമ്മുടെ ഹോണ്ട അമേസിൻ്റെ ഡീസൽ വേർഷനും നിർത്തി. ഡീസൽ എൻജിൻ വളരെ നല്ലതായിരുന്നു. ഞാൻ ഇൻട്രോ നീട്ടിക്കൊണ്ട് പോവുകയല്ല, എന്നാലും ഒരു കാര്യം പറയാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. ഡീസൽ എൻജിൻ ഹോണ്ടയുടെ വളരെ നല്ലതാണ്. പക്ഷേ ഒരു 1,00,000 കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും 1,00,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും എൻജിൻ ഓയിൽ ലീക്കേജ് അങ്ങോട്ട് തുടങ്ങും. അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടന്റിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോണ്ടയുടെ രക്ഷകനാകാൻ പോകുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. ഇപ്പോഴും ഹോണ്ടയ്ക്ക് ഒരു വോളിയം സെല്ലർ എന്നുള്ള രീതിക്ക് നിലനിൽക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ട അമേസ്. ഹോണ്ട അമേസിൻ്റെ തേർഡ് ജനറേഷൻ, അതായത് കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന മിടുക്കിനായിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഹോണ്ട അമേസിൻ്റെ തേർഡ് ജനറേഷൻ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. 2013 ഫസ്റ്റ് ജനറേഷൻ ഹോണ്ട അമേസ് വന്നത് ഹോണ്ട ബ്രിയോയുടെ പ്ലാറ്റ്ഫോമിലാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ മൊബീലിയോ എന്ന് പറയുന്ന ഒരു 7 സീറ്റർ, അത് മാത്രമല്ല അമേസ് ഓൾറെഡി ഉണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. ബ്രിയോ അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. പക്ഷേ മൊബീലിയോ പൊളിഞ്ഞു പോയൊരു വാഹനമാണ്. അമേസ് പക്ഷേ നിലനിന്നു. 2021 കൂടി ഒരു ചെറിയൊരു അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനകത്ത് കുറച്ച് മൈനർ ആയിട്ടുള്ള ചേഞ്ചുകൾ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ വന്നത് 2018 2018 കംപ്ലീറ്റ് ആയിട്ടൊരു ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വന്നത്. എന്നാൽ ഇനി വരാൻ പോകുന്ന ഹോണ്ട അമേസ് എന്ന് പറയുന്നത് ശരിക്കും ഹോണ്ട സിറ്റിയുടെ ഒരു കുഞ്ഞ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ഹോണ്ട എലിവേറ്റ് വന്നിട്ടുള്ളത്. ഹോണ്ട സിറ്റി ഓൾറെഡി ഉണ്ട്. അതുമാത്രമല്ല ഇനി വരാൻ പോകുന്നത് അമേസും ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ ഈ ഒരു വാഹനം റിലീസാകും. തീർച്ചയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഡിസയറുമായിട്ടാണ് ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഡിസയറും ആ ഒരു സമയത്ത് തന്നെയാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും നിലവിലുള്ള ഹോണ്ടയുടെ വാഹനങ്ങളായിട്ടുള്ള എലിവേറ്റ് ആണെന്നുണ്ടെങ്കിലും സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന തേർഡ് ജനറേഷൻ അമേസ് ആണെന്നുണ്ടെങ്കിലും സെയിം പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ ലോക്കലൈസേഷൻ കൂടുതൽ നടക്കാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല പാർട്ട് ഷെയറിങ്, കോമ്പണൻസ് ഒരുപാട് കോമൺ ആയിട്ട് ഈ വാഹനങ്ങളിലെല്ലാം ഷെയർ ചെയ്യും. ഇനി വരാൻ പോകുന്ന ഹോണ്ട അമേസിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരെ ഹോണ്ട എലിവേറ്റിൽ കണ്ടിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയായിരിക്കും. അത് മാത്രമല്ല ഇൻ അഡീഷൻ ഈ ഒരു വാഹനത്തിൽ കുറേ മുമ്പ് തന്നെ കുറച്ചധികം ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്രൂസ് കൺട്രോൾ പോലുള്ള ഫീച്ചർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ജാസ് തന്നെ എടുത്തു നോക്കുക. ജാസ് എന്ന് പറയുന്നത് ഒരു ചെറിയ വാഹനമാണ്, പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. അത് വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ സബ് 4 മീറ്റർ കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ടാക്സ് സ്ലാബിലെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വാഹനത്തിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട അമേസിൻ്റെ കാര്യമാണ് പറയുന്നത്, ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെത്തി വെച്ച പോലെ നമുക്ക് തോന്നും. അതിവിടുത്തെ ടാക്സ് സ്ലാബ് മാറ്റാത്ത കാലത്തോളം ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഐവിടെക് എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനാണ്. ആ എഞ്ചിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഹോണ്ട ബ്രിയോയിൽ ഓക്കെ ആയിരുന്നു. അതായത് ആ എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90 bhpയും 110 ന്യൂട്ടൺ മീറ്ററും ആണുള്ളത്. CVT ട്രാൻസ്മിഷനിലൊക്കെ ഹോണ്ട അമേസിൽ ഈ ഒരു എഞ്ചിൻ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് CVTക്ക് നല്ല റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൊള്ളാവുന്നൊരു CVT എന്ന് പറയുന്നത് നമ്മുടെ നിസാൻ്റെ CVT ആണ്. അത് കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഹോണ്ട ബ്രിയോയിൽ ഈ ഒരു എഞ്ചിൻ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. അത്യാവശ്യം ഓക്കെ എന്ന് പറയുന്നത് എബോ ആവറേജ് ആയിരുന്നു. പക്ഷേ ജാസിൽ വന്നിട്ടുണ്ടായിരുന്നു, WRBയിലുണ്ടായിരുന്നു, അമേസിലുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ ഒരു എഞ്ചിൻ വളരെ വീക്കാണ്. കാരണം വളരെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐവിടെക് 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ 90 bhp പവറും 110 ന്യൂട്ടൺ മീറ്ററുമുള്ള ഈ ഒരു വാഹനം ബ്രിയോയിൽ മാത്രമാണ് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറി ചെയ്തിട്ടുള്ളൂ. കാരണം അമേസിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിൻ അങ്ങോട്ട് ക്ഷീണിച്ച് കഷ്ടപ്പെട്ട് കിതച്ച് നിൽക്കുകയാണ്. നമ്മളൊരു കയറ്റം കയറുന്ന സമയത്തൊക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പം CVT ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ പോലും റബ്ബർ ബാൻഡ് ഇഫക്റ്റ് ആണെങ്കിൽ പോലും ഈ ഒരു എഞ്ചിനും കൂടെ വരുമ്പോഴത്തേക്കും അത് വളരെയധികം പ്രിഡോമിനൻ്റ്ലി ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
കയറ്റം ഒരു 5 പേരൊക്കെ വെച്ചിട്ട് കയറ്റം കയറാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്ന പോലെ ഈ ഒരു വാഹനം ഓടിച്ച സമയത്തൊക്കെ എനിക്ക് തോന്നി. അത് മാത്രമല്ല എലിവേറ്ററിൽ കണ്ടിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഓട്ടോ എ സി ഓൾറെഡി ഈ ഒരു വാഹനത്തിലുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഒരു സൺറൂഫ് വരും. അത് ശരിക്കും പറഞ്ഞാൽ ഡിസൈറിൽ സൺറൂഫ് വരുന്നുണ്ട്. ഡിസൈറിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസൈറിനെ കോമ്പറ്റ് ചെയ്യാൻ വരുന്ന ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും സൺറൂഫ് ഉണ്ടായിരിക്കും. അത് പനോരമയ്ക്കൊന്നും ആയിരിക്കില്ല, ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് തന്നെയായിരിക്കും. റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ബെറ്റർ ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹോണ്ട സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു വാഹനം വരുമ്പോഴത്തേക്കും നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഉണ്ടായിരിക്കും, കോർണർ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. പക്ഷേ സസ്പെൻഷൻ കുറച്ച് സോഫ്റ്റാണ്, നല്ല സുഖമാണ്. പക്ഷേ ഹോണ്ട കാറുകളിലൊക്കെ മിക്കവാറും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഡോൾഫിൻ സിറ്റിയിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം നോർമലി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സിറ്റിയിൽ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഉള്ള സിറ്റിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ട്. ഒരു 5 പേര് കയറി കഴിഞ്ഞാൽ വണ്ടി അങ്ങ് ഇരിക്കും, ഒരൊറ്റ അടിയായിരിക്കും. അടി മുട്ടുന്ന പ്രശ്നം തീർച്ചയായിട്ടും അമേസിനുണ്ട്, അത് ഹോണ്ട സിറ്റിക്കുമുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഉണ്ടെന്ന് എന്നെ കാണുന്ന ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു കാര്യം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റാണ്. പക്ഷേ ആ സോഫ്റ്റ് സസ്പെൻഷനകത്തൊരു 5 പേരും ലഗേജും കൂടെ കയറുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ഈ വാഹനം അങ്ങ് ഇരിക്കും. അത് അടിമുട്ടാൻ സഹായകരമാകും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമുട്ടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സ്പേസ് ആണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നല്ല ചേഞ്ചുകൾ ഉണ്ടായിരിക്കും, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഈ നിലവിലുള്ള എഞ്ചിൻ തന്നെ നിലനിർത്തും. പക്ഷേ മൈനറായിട്ടുള്ള ട്യൂണിങ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്തെങ്കിലുമൊക്കെ വരുത്തും. കാരണം ഈ ഒരു ടാക്സ് സ്ലാബിൻ്റെ പ്രശ്നമാണ്. 4 മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരിക, പെട്രോൾ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ 1.2 താഴെ നിലനിർത്തുക. എങ്കിൽ മാത്രമാണ് 28% GST 1% സെസ്സിലും നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ടാക്സ് സ്ലാബ് മാറും, പ്രൈസ് കൂടുമ്പോഴത്തേക്ക് ആളുകൾ വാങ്ങില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ മാനുഫാക്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ 2021 ഹോണ്ട ഡീസൽ എഞ്ചിൻ നിർത്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഡീസൽ എഞ്ചിൻ അത്യാവശ്യം നല്ല മൈലേജുള്ള നല്ല എഞ്ചിനാണ്. ഈ 1,20,000 കിലോമീറ്റർ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഓയിൽ ലീക്കേജ് പ്രശ്നങ്ങൾ മാത്രമാണ് ഹോണ്ടയുടെ ഡീസൽ എഞ്ചിന് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഡീസൽ എഞ്ചിൻ ഏറ്റവും നല്ലത് ടൊയോട്ടയുടെ തന്നെയാണ്, നമ്മൾ പോയിന്റിൽ നിന്ന് മാറുന്നില്ല. പക്ഷേ ഇവിടെ ഹോണ്ട എലിവേറ്റിൽ കണ്ടിട്ടുള്ള ഒരുപാട് ഇൻറ്റീരിയറിൽ ഒരുപാട് ഭാഗങ്ങൾ ഹോണ്ട അമേസിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് AC വേരിയൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഡാഷ്ബോർഡിൻ്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും ഹോണ്ടയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ സ്റ്റിയറിംഗ് വീല് നിലനിർത്തും. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ശരിക്കും അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ വരും. നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്ക് AC വേരിയൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഹോണ്ടയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. വണ്ടി അങ്ങ് അവിഞ്ഞു പോകത്തില്ല. എത്ര കാലം ഓടിച്ചു കഴിഞ്ഞാൽ ആ ഫ്രഷ്നെസ് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഹോണ്ടയാണ് ഏറ്റവും മികച്ച പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കുന്ന ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ ഐവിടെക് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു അണ്ടർ പവർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. അത് CVT ട്രാൻസ്മിഷൻ നമ്മൾ എടുത്തു പറഞ്ഞതാണ്. കാരണം ഇപ്പം ഹൈ ആയിട്ട് നമ്മളിപ്പം നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാല് കൊടുത്ത് വലിപ്പിച്ച് എരപ്പിച്ച് കയറ്റേണ്ടി വരും. അത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലൊരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ഈ ഒരു വാഹനം സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും വെയിറ്റിൽ കുറച്ചൊക്കെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരും. എന്തായാലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു വാഹനത്തെ കാണുന്നത്. പിന്നെ കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ, ഫ്രണ്ടിൽ LED പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം വരും. ബമ്പറിൻ്റെ പാറ്റേൺ ഡിഫറൻറ്റ് ആയിരിക്കും. അത് മാത്രമല്ല സൈഡിലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലോയ് വീൽസിൻ്റെ പാറ്റേണിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ബാക്കിൽ വലിയ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കില്ല. ബാക്കിലത്തെ ആ ടെയിൽ ലൈറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റിലെ ഒരു മൈനറായിട്ടുള്ള ചേഞ്ചും അത് മാത്രമല്ല മൈനറായിട്ടുള്ള ആ ഒരു ബാക്ക് ബമ്പറിലെ ഡിഫറൻസ് മാത്രമായിരിക്കും വരുന്നത്. മൊത്തത്തിൽ വാഹനം കുറച്ചും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ലീക്കായിട്ട് മാറും. പഴയ ഒരു അക്കോഡിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലേക്ക് ഒരു വാഹനം വരാൻ സാധ്യതയുണ്ട്. സ്റ്റൈൽ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ലാംഗ്വേജിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിലയുടെ കാര്യം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇനി അങ്ങോട്ട് പോകുന്തോറും എല്ലാ വാഹന നിർമ്മാതാക്കളും വില കൂട്ടും എന്നുള്ളതാണ്. കാരണം ഇതൊരു പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്ത് വരുന്നതോടുകൂടി വാഹനം ചേഞ്ച് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. നമസ്കാരം.